ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ഹെൽത്തി ആയിട്ട് പോകുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി കൂടാ എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് നമുക്കതും ആ ഏരിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രം നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റേ പ്രശ്നമായ ഏരിയ മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഏരിയാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എഫേർട്ടാണ്, നല്ല എഫേർട്ടാണ്. ഇതിന് കുറെ രീതിയിലൊക്കെ ആളുകൾ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഗണേശന് പൊസസീവ് ആയിട്ട് ഇതില് വിഷമമൊന്നും തോന്നില്ലേ? 2 ഗണേശന് എങ്ങനെയാണ് ഇതിന് മാത്രം പക്വത ഉണ്ടായിട്ടുള്ളത്? 3 ഗണേശ് ഉള്ളിൽ സങ്കടം ഒതുക്കിയിട്ടാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇതിൽ എന്താണ് സത്യാവസ്ഥ? അവനൊരു ഡേറ്റ് ഒക്കെ നടക്കണ്ടവൻ വെറുതെ ഇല്ല. എന്താ പറയാ, നമ്മൾ ഓരോ സ്റ്റേജാണ്. ഇപ്പൊ നമ്മള് ആദ്യം ഒരു കല്യാണത്തിനുള്ളിൽ ഇരിക്കുന്നു, ചെറിയ ഫ്രിക്ഷൻ പല കാരണങ്ങൾ കൊണ്ട് ഫ്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യണു. അവിടെ നമ്മൾ ശരി ഇത് റിപ്പയർ ചെയ്യാൻ നോക്കുന്നു, റിപ്പയർ ആവുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, പിന്നെ ഡിവോഴ്സിലേക്ക് ഡിവോഴ്സ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഇത്ര മാസങ്ങൾ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഓരോ സ്റ്റേജിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സാധനം സോർട്ട് ചെയ്താണ് പോകുന്നത്. ഈ വിഷമമൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പരാതികളും ദേഷ്യവും, നീ എന്തുകൊണ്ട് അത് ചെയ്ത, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ഉള്ള ആ ദേഷ്യവും പൊട്ടിത്തെറി എല്ലാം കഴിഞ്ഞുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അപ്പോഴും കഴിഞ്ഞു, ആ നാടകം എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് ശരി എന്നെങ്കിൽ പിന്നെ നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മള് കഴിഞ്ഞ ഇത് സോർട്ട് ചെയ്താണല്ലോ പോകുന്നത്. അന്ന് രാവിലെ എന്റെ ഇത് കല്യാണത്തിനുണ്ട കമ്മല് മറന്നുപോയിട്ട് അവനാണ് എറണാകുളത്ത് നിന്ന് വെളുപ്പിനെ കമ്മലും കൊണ്ടുവന്നത്. അപ്പൊ ഇത് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അത് ആ ബന്ധം നമ്മൾ എന്താണോ വർക്കാവാത്തത് അത് മാറ്റി വെച്ചിട്ട് വർക്കാവുന്ന സാധനങ്ങളും കൊണ്ട് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിലെങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും അവനും ഇല്ല, എനിക്കും ഇല്ല. തലക്കെട്ടുകൾ കാണുമ്പോ എന്താ റിയാക്ഷൻ? ഗൗരിയുടെ 2ാം വിവാഹം നടത്തുന്നത് മുൻ ഭർത്താവ്, ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ബേസിക് ക്യാപ്ഷൻസ് വരുന്നത്. ഇങ്ങനത്തെ അട്രൻസസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? അതിപ്പോ നിങ്ങൾക്ക് അറിയില്ല, വിൽക്കുന്ന സാധനം നിങ്ങൾ മുമ്പിൽ വെക്കുക. അപ്പൊ അത് കാണുമ്പോൾ അത് ഓഫ്കോഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിലാണ്. അതിന്റെ സൈക്കോളജി നമുക്ക് അറിയാലോ, മീഡിയ എങ്ങനെ വർക്ക് ആവും, ഓഡിയൻസ് എങ്ങനെ വർക്ക് ആവും എന്നൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്നറിയാലോ. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യണേ. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ശീലം ഇല്ലാത്തൊരു സാധനമാണ്. ഇപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ വേറെ നറേറ്റീവ് വന്നേനെ, മറ്റവനെ തേച്ചിട്ട് ഇവന്റെ കൂടെ പോയി എന്നുള്ളതിനെ. അപ്പൊ എന്താണെങ്കിലും നറേറ്റീവ് ഉണ്ടാവും. നമുക്ക് നറേറ്റീവ് ഇല്ലാണ്ടുള്ള പരിപാടി ഇപ്പം ഈ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. അവരിപ്പം എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കലേഷ് എന്ന് പറയുന്നു, ഗണേഷ് ഡേറ്റിംഗ് അല്ലാതെ എന്ത് പറയുന്നു? മോസ്റ്റ്ലി ഡേറ്റിംഗ് ആണ്. അല്ല, കലേഷ് ഹാപ്പി ആയിട്ടിരിക്കണം, അവന്റെ കാര്യങ്ങളായിട്ട് പോകുന്നു. ഗണേഷിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോഴും കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പം എന്റെ ഷോസ് എല്ലാം ഗണേശനാണ് ഡ്രംസ്. ഓ യെസ്. ഇപ്പൊ നമ്മൾ അടുത്ത് വരുന്ന വർക്കിലൊക്കെ ഗണേശനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊന്നും മാറ്റമൊന്നും ഇല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു. കലേഷിൽ എന്താ അടുപ്പിച്ച ഘടകം? നമ്മൾ കുറെ നാള് സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളായി പിന്നെ ഇതിലോട്ട് വന്നതാണ്, റിലേഷൻഷിപ്പ് എന്നുള്ള സ്ഥലത്തോട്ട് വന്നാണ്. വളരെ സമാധാന പ്രിയനായിട്ട് ഒരാളാണ്. അപ്പൊ തന്നെ ഞാൻ ചാടി പിടിച്ചു. കലേഷിന്റെ ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തിരുന്നോ? ഞാൻ ഒരു പെർഫോമറാണ്, അപ്പൊ എനിക്ക് അങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഞാൻ എളുപ്പമല്ലാത്ത എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനെയൊക്കെ? ഞാനങ്ങനെ എളുപ്പമല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി കൂടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫോമർ എന്നൊക്കെ പറയുമ്പം ആ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ സാധാരണ വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എന്നെ അധികം അങ്ങനെ പുറത്തൊന്നും പറഞ്ഞ പോലെ കാണത്തുമില്ല. അപ്പം വളരെ സാധാരണ ഒരു അകത്ത് വീട്ടിനുള്ളിൽ ഇരിക്കുന്ന, ആവശ്യത്തിന് മാത്രം പുറത്തൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും സീരീസ് ഒക്കെ ഉണ്ട്, വളരെ സാധാരണ പരിപാടിയാണ്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വലിയ നിങ്ങൾ മറ്റേ ഭയങ്കര വലിയൊരു സെലിബ്രിറ്റിയാണ് കെട്ടാമോ, ഇതോടുകൂടി ജീവിതം അങ്ങ് മാറും, അങ്ങനെയൊന്നും മാറുന്നില്ല. കുറച്ചുകൂടെ ചുരുങ്ങിയാലേ ഉള്ളു എന്നെ കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോ അങ്ങനെയൊന്നുമില്ല. ഈ കല്യാണം ആദ്യം ഫെയിൽ ആവുമ്പോഴേ പിന്നെ കല്യാണം എന്നുള്ള ആ ഒരു ഏർപ്പാടിനോട് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകില്ല കുറെ പേർക്ക്. പിന്നെയും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് അതിലൊരു വലിയൊരു ലോഞ്ചിവിറ്റി ഉണ്ടായില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെയും അത് കല്യാണം തന്നെ ഉണ്ടാവണം, കല്യാണം തന്നെ കഴിക്കണം, ഒരു ലിവിങ് ടുഗദർ അല്ല വേണ്ടത്. ഈ ഡിസിഷൻസ് ഒക്കെ ഏത് പോയിന്റിലാവാം? ഇതിപ്പോ കല്യാണത്തിന്റെ കുഴപ്പമില്ല, ഇത് 2 മനുഷ്യന്മാർ തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റി പ്രശ്നമാണ്. അപ്പൊ അതാദ്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇതിപ്പം എന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടും നിന്റെ ഭാഗത്തുനിന്നുള്ള ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടും നമ്മൾ തമ്മിൽ ചേർന്ന് പോവില്ല, കഴിഞ്ഞു. അത് കല്യാണത്തിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യാത്തവർ കല്യാണത്തിന് തലയിൽ വെക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. കല്യാണം നമുക്ക് എങ്ങനെയും കഴിക്കാം. കല്യാണം എന്ന് പറയുന്നത് ഇപ്പം റേസ് മാരേജ് കഴിക്കുന്നവരുണ്ട്, വലിയ കല്യാണങ്ങളുണ്ട്. കല്യാണത്തിനുള്ള റൂൾസ് ഓരോരുത്തർക്കും ഓരോന്ന് പോലെയാണ്. ആളുകൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ
വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പല രീതികളിലാണ്. അതൊരു ബ്രോഡ് സാധനമാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ മനുഷ്യനും ഓരോന്ന് പോലെയാണ്. അത് ആ രണ്ട് വ്യക്തികളാണ് ആ കല്യാണത്തിനെ തീരുമാനിക്കുന്നതും. എങ്ങനെ കല്യാണം കഴിക്കണം, എത്ര വർഷം മുന്നോട്ട് പോകണം, എങ്ങനെ പോകണം, അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറുന്നതാണ്. അപ്പൊ അത് ഐ തിങ്ക് ഇറ്റ്സ് ആ ആളെ കുറിച്ച് മാത്രമുള്ള ഒരു സംഭവമാണിത്. അതെടുത്തിട്ട് ഒരു വേറൊരു സാധനത്തിന് മുതുകത്തോട്ട് വെക്കുന്ന കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ ഞങ്ങൾ തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് കാരണമാണ് എന്ന് വെച്ചിട്ട് ഇനി ഭാവിയിൽ ഒരിക്കലും കല്യാണമാണ് പ്രശ്നം, ഞാൻ കല്യാണം കഴിക്കാണ്ടിരുന്ന ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു പറയുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യായ്മയാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ആർക്കെങ്കിലും ഇതെപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് ഈ ബന്ധം ഇല്ലാതായത്, എന്തുകൊണ്ടാണ് ചോദിക്കും. അതായത് ഏറ്റവും അടുപ്പുള്ള ആളുകളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം വന്നിട്ടുണ്ടോ ചോദിക്കണം. റാൻഡ് ആയിട്ട് ചോദിക്കുന്നതിനെ പറ്റിയിട്ടല്ലോ പറയുന്നത്. പറയേണ്ടി വരും. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ കാരണങ്ങൾ പറയാം. ഇന്ന കാരണങ്ങളുണ്ട്. അത് ഭയങ്കര ലോജിക്കലായിട്ട് തന്നെ പറയാൻ പറ്റുമോ? അതാ പറഞ്ഞ എനിക്ക് പുറത്ത് ആളുകളുടെ അടുത്ത് പോയിട്ട് ഇമോഷണലി ഒരുപാട് തട്ടാൻ ഇന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ പറ്റുന്നില്ല. അവനിങ്ങനെ ചെയ്തു, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു, അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെയായി, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു, അപ്പൊ അത് അങ്ങനെയായി, അപ്പൊ ഇത് കുറെ പ്രാവശ്യമായപ്പോഴേക്കും നമുക്ക് പറ്റുന്നില്ല, അപ്പൊ സെറ്റാവണില്ല. പിന്നെ അവിടെ റെസ്പോൺസ് ചിലപ്പോൾ ഭയങ്കര ഊള റെസ്പോൺസ് ആയിരിക്കും. അതിന് ചിലപ്പോൾ ഞാൻ ചൂടാവും. കേൾക്കുന്നവരെ ചിലപ്പോൾ വായി തോന്നിയൊക്കെ തിരിച്ചു വിളിച്ചു പറയും. അപ്പൊ നമുക്ക് മറ്റേ മനസ്സിലാവാത്ത സ്ഥലത്ത് നിന്നൊക്കെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു പറഞ്ഞ പോലെ ആ സമയത്തുള്ള സാധനമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഉറച്ചു നിൽക്കും. നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാലേ പറയാ. അല്ലാണ്ട് ഇതെല്ലാം ഞാനും ഗണേഷും തമ്മിലുള്ള കാര്യം നമ്മൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന തീരുമാനത്തിലേക്ക് തീരുമാനിച്ചു, ഡൺ എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇത് വിടുന്നത്, അടുത്ത മൂന്നാമത്തെ ഒരാളോട് സംസാരിക്കുന്നത്. അപ്പൊ ഓൾറെഡി അത് കഴിഞ്ഞു. തീരുമാനത്തിൽ ഇനി ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല. പിന്നെ അവരുടെ പേഴ്സണൽ സ്ഥലത്ത് നിന്ന് വരുന്ന റെസ്പോൺസസും കാര്യങ്ങളുമാണ്. അപ്പൊ അവിടെ ഇത് നമ്മൾ ഡീൽ ചെയ്തല്ലോ. നിങ്ങൾ രണ്ടുപേരിൽ ആരോ പറഞ്ഞു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചിട്ടും ഒരുമിച്ചുള്ളൊരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം, പക്ഷെ കല്യാണം അല്ലാതെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജേർണി പോവാം. അത് ഫസ്റ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ഓർഗാനിക്കായി സംഭവിക്കും. ഓർഗാനിക്കലി. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ സംസാരിക്കുന്ന മറ്റേ പാട്ട് എന്തായാലും നീ ചെയ്തു തീർത്തോന്ന് ചോദിക്കും. അപ്പൊ അവിടെ തട്ടുന്നതിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരും ആലോചിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം ഇത് വർക്കാവണില്ല, മറ്റത് വർക്കാവും, അത് നമ്മൾ എന്തിനാ പൊളിക്കണം, വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സാധനം കൊണ്ട് നമ്മൾ തോട്ടിക്കളയുന്ന എന്തിനാ, ഇതല്ലേ വർക്കാവാത്തത്, നമുക്ക് ഇത് മാത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇതെങ്ങനെ സാധിക്കുന്നു ഈ വർക്ക് ലൈഫ് ബാലൻസ്? വർക്ക് ലൈഫ് ബാലൻസ് അല്ല, ഇതൊരു ഇമോഷണൽ പക്വത. അതെങ്ങനെയാ പറ്റിയ? അത് നല്ല ഹാർഡ് വർക്ക്. അതെനിക്ക് തോന്നുന്നത് ഒരുപാട് സ്ഥലത്ത് നോക്കി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, അതായത് നമ്മളതൊരു വർക്കാവില്ല, ഓക്കെ, പിറ്റേ ദിവസം ആവുന്നു, പിറ്റേ ദിവസം നിങ്ങള് നമുക്ക് ആ പാട്ടിന്റെ ഒന്ന് ജാം ചെയ്തിരിക്കാം, അങ്ങനെ സാധിക്കുന്നതാണോ പറയണേ? വർക്കാവാത്ത ഇതല്ലേ വർക്കാവാത്തേ, ഇത് വർക്കാവുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഈ ഹാർഡ് വർക്ക് എങ്ങനെ, അപ്പൊ ഇതിനെങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ വരുമ്പോഴും ഫ്രിക്ഷൻ വരുമ്പോഴും ഒക്കെ ഞാൻ പോസ്റ്റ് ഡിവോഴ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡിവോഴ്സ് കഴിഞ്ഞുള്ള കാര്യത്തിൽ പിന്നെയും സംസാരങ്ങൾ നടക്കും. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും ഒക്കെ തീപ്പൊരി സാധനം തട്ടൂലോ, നീ പണ്ടേ നീ ഇങ്ങനെന്നുള്ള സാധനം വരുമല്ലോ. വരുമ്പം ആ സമയത്ത് ഈ ആളെ ഇതിന്ന് ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് മാക്സിമം ഇല്ലാണ്ടാക്കി ഈ ആളെ നശിപ്പിക്കുക, ഈ ആളെ വേദനിപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. എനിക്ക് ഈ പ്രോബ്ലം ഇവിടെ ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വായിത്തോന്നിൽ വിളിച്ചു പറയുന്നത് കുറയും. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഈ പെർട്ടിക്കുലർ ഇഷ്യൂ, ഇപ്പം അവൻ സാധനം പറയണു, അപ്പം ഇതാണ് ഈ ഇഷ്യൂലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.